ഹായ് ഓൾ. പി.വി. അൻവർ എം.എൽ.എ ഉയർത്തിവിട്ട രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള അദ്ദേഹത്തെ വേട്ടയാടി പിടിച്ചിട്ടുള്ള കരുനീക്കങ്ങളാണ് കേരളത്തിലെ സർക്കാർ അഥവാ പിണറായി വിജയന്റെ ഭരണകൂടം നടത്തിയിരിക്കുന്നത്. ഒരു സമരത്തിന്റെ പേരിൽ DFO ഓഫീസ് ആക്രമിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും പിന്നീട് അദ്ദേഹം ജാമ്യം തേടി പുറത്തു വരികയും ഒക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട സാഹചര്യം എന്നുള്ളത് ഒരു സ്വതന്ത്ര നേതാവ് എന്നതിൽ നിന്നും മാറി പി.വി. അൻവർ UDF പക്ഷത്തേക്ക് കൂടുതൽ ചായാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ പിണറായി വിജയനെയും ഇവിടത്തെ ഇടതുപക്ഷ സർക്കാരിനെയും നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അഥവാ അവരിൽ നിന്നും അവരെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ള നിലക്ക്, പ്രധാനപ്പെട്ട വഴി എന്നുള്ള നിലക്ക് പ്രതിപക്ഷത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം പാണക്കാട് ചെല്ലുകയും പാണക്കാട് സാദിഖ് അലി തങ്ങളെ കാണുകയും ചെയ്തു. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു. ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്താണ് പി.വി. അൻവർ അടുത്ത അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമായി കാണുന്നുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. പി.വി. അൻവർ ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായിരിക്കുകയാണ്. അഥവാ ഒരു സ്വതന്ത്ര നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ അത് തനിക്ക് ഗുണകരമാവില്ല എന്ന് പി.വി. അൻവർ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ UDFുമായിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു അനുരഞ്ജനങ്ങൾക്ക്, അവരുമായിട്ടുള്ള ഒരു കൈകോർക്കലുകൾക്ക് തയ്യാറായിരിക്കുന്നത്. UDF ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് UDF പൂർണ്ണമായിട്ടും പി.വി. അൻവറിനെ, മുസ്ലിം ലീഗ് പ്രത്യേകിച്ചിട്ടും പി.വി. അൻവറിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസും വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെയുള്ള വേട്ടയാടലുകൾ എതിർക്കപ്പെടേണ്ടതുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ പോലും കോൺഗ്രസ് ഒരിക്കലും അദ്ദേഹത്തെ UDF മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല. ഇനി അദ്ദേഹം വന്നാൽ തന്നെ അദ്ദേഹം മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു സീറ്റിലാണ്. കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലാണ്. അങ്ങനെ വരുമ്പോൾ അത് അവർക്ക് കോൺഗ്രസിന്റെ ഒരു സീറ്റ് ആയതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും മുമ്പ് മത്സരിച്ചിരുന്ന മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ രീതിയിലുള്ള അത് പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അൻവറിന് സീറ്റ് നൽകിക്കൊണ്ട് അത് വലിയ പ്രശ്നങ്ങൾ തങ്ങൾക്കിടയിൽ ഉണ്ടാക്കണ്ട എന്നാണ് നിലവിൽ കോൺഗ്രസിന്റെ തീരുമാനം. ഈ ലീഗ് മുൻകൈയെടുത്ത് പി.വി. അൻവറിനെ കൊണ്ടുവന്നാൽ അവർ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ പി.വി. അൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ, അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ അത് പിന്തുണക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് UDFന്റെ ഔദ്യോഗികമായ നിലപാട് എന്നുള്ളത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് കേരളത്തിലുള്ള ഒരു നിയുക്ത MLA ഇത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അറസ്റ്റിനും അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾക്കും ഇരയാകുന്നുള്ളത്. ഇത് കൃത്യമായിട്ട് ഭരണകൂട വേട്ടയാണ് എന്നുള്ള രീതിയിലാണ് UDF ഇതിനെ മനസ്സിലാക്കുന്നത്. പി.വി. അൻവർ വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇതിനുശേഷവും തുടർന്നു കൊണ്ടേയിരിക്കുന്നത്. പിണറായി വിജയനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് പി.വി. അൻവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും കേരളത്തിലെ നിയമസഭയിലടക്കം തകർത്തുകൊണ്ടുള്ള തല്ലിത്തകർത്ത ചരിത്രമുള്ള കേരളത്തിൽ ഒരു സമരത്തിന്റെ പേരിൽ DFO ഫോറസ്റ്റ് ഓഫീസിൽ ആക്രമണം നടത്തി എന്നതിന്റെ പേരിൽ ഒരു MLA രാത്രി പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു സാഹചര്യം സമകാലിക കേരളത്തിൽ ഇല്ലാത്തതാണ്. തീർത്തും സമകാലിക കേരളത്തിന് പരിചയമില്ലാത്ത കാര്യമാണ്. ഇത്തരം ഒരു കാര്യത്തിലേക്ക് UDF ഇതിനെ എതിർക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നിയമസഭയടക്കം തല്ലിത്തകർത്ത കേസിലെ ആളുകൾ ഇന്ന് മന്ത്രിമാരായി നിലകൊള്ളുമ്പോൾ അതിൽ ഒരു നടപടിയും ഇല്ലാതെ സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായപ്പോൾ ഇപ്പോൾ പി.വി. അൻവറിനെതിരെ ഇത് ഉപയോഗിക്കുന്നുള്ളത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ പി.വി. അൻവർ ഇനി വരും ദിവസങ്ങളിൽ UDFന്റെ ഭാഗമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ നിലവിലുള്ള കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർക്കും സാധ്യമല്ലാത്ത കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു കാര്യം പി.വി. അൻവർ ചെയ്യാൻ പോകും എന്നുള്ള സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും തനിക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ രണ്ട് പ്രബലമായ മുന്നണികളെ നേരിടാനുള്ള ഒരു അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും ഇരുഭാഗത്തും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം സാധ്യമല്ല എന്നും പി.വി. അൻവർ മനസ്സിലാക്കുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും അടക്കം കണ്ടിരിക്കുന്ന ഇത്തരം UDFിലേക്കും ലീഗിലേക്കും അനുരഞ്ജനത്തോടു കൂടി കടന്നു വരുന്ന ഒരു ശൈലിയിലേക്ക് പി.വി. അൻവർ മാറിയിരിക്കുന്നത്. പി.വി. അൻവറിന്റെ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയന്റെ മന്ത്രിസഭയും പിണറായി വിജയനുമായി മാറിയിരിക്കുകയാണ് എന്നതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം.